ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പാനിഷ് ഓംലെറ്റ് ആണ്. ഞാനിതിനെ ഒരു ലേസി ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കേട്ടോ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ ഭയങ്കര മടിയായിരിക്കും അല്ലേ, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനും തോന്നില്ല. പിന്നെ എന്നാൽ നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടും ഉണ്ടാവില്ല, നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. ചില ദിവസങ്ങളിൽ രാവിലെ ആകെ ഒരു ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ അത്തരം ദിവസങ്ങളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും, അത്യാവശ്യം ഫില്ലിങ്ങുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. ഇതൊരു കപ്പ് പൊട്ടറ്റോ ആണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ തിന്നായിട്ട് കട്ട് ചെയ്ത് വേണം എടുക്കാൻ. ഇതിങ്ങനെ തന്നെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് തന്നെ കുക്കായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര തിന്നായിട്ട് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ പൊട്ടറ്റോ എടുക്കാം കേട്ടോ. പുഴുങ്ങിയ പൊട്ടറ്റോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ അതിനേക്കാളും ഒരു ടേസ്റ്റും പെർഫെക്ഷനൊക്കെ ഉണ്ടാവുക നമ്മൾ ആ പുഴുങ്ങാതെ പൊട്ടറ്റോ അങ്ങനെ തന്നെ ചേർത്ത് ഇതിൽ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, പൊട്ടറ്റോ ഒക്കെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തവി കൊണ്ടൊന്ന് അമർത്തി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് മൊത്തം. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാബേജാണ് ചേർക്കാൻ പോകുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ക്യാബേജ് പെട്ടെന്ന് വേവാവും. നമ്മളിതിനോട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിൽ പരത്തി വെക്കുക. ഒന്ന് ചൂടൊക്കെ ഒന്ന് തണുത്തോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 6 തന്നെ എടുക്കണം എന്നൊന്നുമില്ല, കുറച്ച് കനം കുറച്ചൊക്കെ മതി എങ്കിൽ നമുക്ക് 3 എടുക്കാം. 3 എടുക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കുറച്ച് അളവ് കുറച്ച് വേണം എടുക്കാൻ. ഇതിലേക്ക് പെപ്പറും ഉപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. പൊട്ടറ്റോ ക്യാബേജൊക്കെ കുറച്ച് കൂടി ചേർച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല ചൂടോട് കൂടി ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ, അപ്പോൾ ആ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്നിങ്ങനെ പരത്തി വെക്കാൻ പറഞ്ഞത്. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് ആ വലിയ ചൂടൊന്ന് വിട്ടോളും. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കൂട്ട് റെഡിയായി. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെച്ച പാത്രം ഉണ്ടല്ലോ, ആ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അതിലേക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. ആ പാത്രത്തിൽ ഓൾറെഡി എണ്ണമയം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം നല്ല കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, മുട്ടയല്ലേ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ തന്നെ കുക്കായി വരും. 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. പക്ഷേ മേലെ ഒന്ന് കളർ ചേഞ്ചായി ഒന്ന് ബ്രൗൺ കളർ ആവണം. അതിന് വേണ്ടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കൊരു ഷാർപ്പ് നൈഫോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ വിടിച്ചു കൊടുക്കാം. എളുപ്പം മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ തന്നെ അത് ആ സൈഡും കൂടി നല്ല ബ്രൗൺ കളറായി കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്ര കട്ടിയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് 2 ഓംലെറ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പകുതിയായിട്ട് 2 ഓംലെറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിതിൽ ചീസ് ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം. ചീസ് ഇട്ട് ചെയ്യുമ്പോൾ ഈ കൂട്ടിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചീസ് വിതറി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള കൂട്ടും കൂടി ഒഴിച്ചിട്ട് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ ചീസും ഉണ്ടാവും നല്ലോണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചീസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ചീസ് ഇടാതിരുന്നത്. ചീസ് ഇട്ടിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ആയാലും നല്ലതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിശക്കൊന്നുമില്ല അത് കഴിച്ചാൽ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനല്ലാച്ച സ്നാക്കായിട്ട് നമുക്ക് ഈവനിങ്ങിൽ സ്നാക്കായിട്ട് ഉണ്ടാക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കനം കുറച്ച് ആക്കി ഉണ്ടാക്കിയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് സാൻഡ്വിച്ച് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക്